ലോക ചാമ്പ്യന്മാരെ നിലംപരിശാക്കി സ്പെയിൻ കിരീടം സ്വന്തമാക്കി. ന്യൂയോർക്കിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിലായിരുന്നു ഈ കളി നടന്നല്ലേ. സമൂഹ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ തുറക്കുമ്പോൾ ലോക ചാമ്പ്യനായിട്ടുള്ള മെസ്സിയെ കുറിച്ചിട്ടല്ല സംസാരിക്കുന്നത്. 19 വയസ്സുള്ള ലാമിൻ യമാൻ എന്ന് പറയുന്ന സ്പെയിൻ്റെ ഒരു കളിക്കാരനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഇതിന് പിന്നിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഈ ലാമിൻ്റെ ഫാദർ മുനീർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം മൊറോക്കോക്കാരനാണ്. ജീവിക്കാൻ ഒരു മാർഗവുമില്ലാത്ത സമയത്ത് സ്പെയിനിലേക്ക് കുടിയേറി പാർത്തതാണ് ഈ ലാമിൻ്റെ കുടുംബം. അന്ന് ഇദ്ദേഹത്തെ സഹായിച്ചിട്ടുള്ള 2 സുഹൃത്തുക്കളുണ്ട്. അവരുടെ പേരായിരുന്നു ലാമിൻ യമാൻ. ഈ ഒരു പേരാണ് ഇദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. ആ പേരാണ് ലാമിൻ യമാൻ, സ്പെയിൻ്റെ 19കാരനായിട്ടുള്ള ആ ബ്രില്യൻ്റ് കളിക്കാരൻ. ഇന്ന് ലോകമെമ്പാടും ലാമിനെ വാഴ്ത്തുമ്പോൾ അതിൻ്റെ പിന്നിൽ മറ്റൊരു ചരിത്രവും കൂടിയുണ്ട്. 16ാമത്തെ വയസ്സിലാണ് സ്പെയിൻ മെയിൻ ടീമിന് വേണ്ടി കളിച്ച് അദ്ദേഹം ആ രാജ്യത്തേക്ക് ആ ഒരു ടൂർണമെൻറ്റിലെ കപ്പ് കൊണ്ടുവരുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ മറ്റൊരു കൊടി കൂടെ ഉണ്ടായിരുന്നു, പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കൊടി. 16ാമത്തെ വയസ്സിൽ അദ്ദേഹം പലസ്തീൻ ജനങ്ങളോട് കാണിച്ച ഒരു ആദരവും സ്നേഹവും ഇസ്രയേൽ എന്ന് പറയുന്ന ക്രൂരന്മാരായിട്ടുള്ള നരാധമന്മാർക്ക് അതിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രതിഷേധവും അറിയിച്ചു. അതിൻ്റെ പേരിൽ ഒരുപാട് കുറ്റങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു കളിക്കാരനാണ് നമ്മുടെ ലാമിൻ യമാൻ. ആ ഒരു കളി ഏതാണ്ട് 3 മിനിറ്റ് കഴിയുമ്പോൾ സ്പെയിൻ്റെ പടക്കുതിരകൾ അർജന്റീനയെ നിലം തൊടാതെ വെള്ളം കുടിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത് സത്യവും അസത്യവും തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. ആ ഒരു കളി കാണുന്ന പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനു മുമ്പ് അർജന്റീന കളിച്ചിട്ടുള്ള 2-3 കളികൾ, ആ കളികളിലെല്ലാം കൃത്യമായി ഇവർക്ക് വേണ്ടി കളിച്ചിട്ടുള്ള റഫറിമാരെയാണ് നമ്മൾ കണ്ടത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. നമ്മുടെ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ക്രൂരനായിട്ടുള്ള ഭരണാധികാരി, അതുപോലെ ബോളും ഒക്കെ ഇവർക്ക് അനുഗ്രഹിച്ചു കൊടുക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ ഇയാൾ സമൂഹ മാധ്യമങ്ങളുടെ പങ്കുവച്ചിരുന്നു. എറിവുകെട്ടന്റെ അനുഗ്രഹം മേടിച്ചത് കൊണ്ട് തന്നെയാണ് ഇത്രയും നാളും ജനങ്ങൾ നെഞ്ചിലേറ്റി നടന്ന മെസ്സി എന്ന് പറയുന്ന കാൽപന്ത് കളിയിലെ അത്ഭുതത്തിന് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നു. എന്തായാലും നമുക്ക് 2-3 വീഡിയോകൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്കൊന്ന് കാണാം. വിജയാഘോഷത്തിനു നടുവിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ അയാൾ ആ പതാക ഉയർത്തി വീശി. അത് വെറുമൊരു പതാകയായിരുന്നില്ല, മറിച്ച് നീതിക്ക് വേണ്ടിയുള്ള ഒരു കൗമാരക്കാരന്റെ ധീരമായ നിലപാടായിരുന്നു. ബാഴ്സലോണയുടെ ലാലിഗ കിരീട നേട്ടത്തോടൊപ്പം ഇന്ന് സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നത് ലാമിൻ യമാൽ എന്ന 16കാരൻ ഉയർത്തിയ ഈ പലസ്തീൻ പതാകയാണ് കേട്ടോ. ചിരവൈരികളായ റയൽ മാഡ്രിഡിന് എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്ത് ബാഴ്സലോണ തങ്ങളുടെ 29ാം ലാലിഗ കിരീടം സ്വന്തമാക്കിയിരിക്കുന്നു. ബാഴ്സലോണ നഗരത്തിലൂടെ നടന്ന ആവേശകരമായ ഓപ്പൺ ബസ് പരേഡിനിടയിലാണ് 10,000കണക്കിന് ആരാധകരെ സാക്ഷിയാക്കി യമാൽ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത്. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ കായിക ലോകത്തു നിന്നും ഉയരുന്ന ഏറ്റവും കരുത്തുറ്റ ശബ്ദമായി ഈ യുവതാരം ഇപ്പോൾ മാറിയിരിക്കുകയാണ്. കളിക്കളത്തിലെ മികവിനേക്കാൾ ഉപരിയായി ലോകത്തിനു മുന്നിൽ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കാണിച്ച ഈ പക്വതയ്ക്ക് വലിയ പിന്തുണയാണിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങളുടെ കേന്ദ്രവും കൂടിയാണ് കേട്ടോ ബാഴ്സലോണ നഗരം. ഗസയിലെ ജനങ്ങൾക്ക് പിന്തുണ നൽകുന്നതിൽ എന്നും മുൻപന്തിയിലുള്ള നഗരത്തോടൊപ്പം തന്റെ മനസ്സ് എവിടെയാണെന്ന് കൂടിയാണ് ലാമിൻ യമാൽ ലോകത്തിന് കാട്ടിക്കൊടുത്തിരിക്കുന്നത്. വിജയങ്ങൾ ആർക്കും ആഘോഷിക്കാം, എന്നാൽ ആഘോഷങ്ങൾക്കിടയിലും ലോകത്തിന്റെ വേദനകൾ മറക്കാതിരിക്കാൻ വലിയൊരു മനസ്സ് വേണം. ലാമിൻ യമാൽ, ഫുട്ബോൾ ലോകം നിന്നെ ഓർക്കുന്നത് വെറുമൊരു താരമായല്ല, മറിച്ച് നീതിയുടെ ശബ്ദമായി കൂടിയാണ്. സത്യത്തിൽ ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ നമ്മുടെ മൂങ്ങാക്കണ്ണൻ ഫസൽ കാരാട്ട് എന്ന് പറയുന്ന ഒരു പരട്ടയുണ്ടല്ലോ, ഇവൻ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നെതന്യാഹു അർജന്റീനയുടെ ജെയ്സിയും ബോളും എല്ലാം കൂടെ അനുഗ്രഹിച്ച് കൊടുക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. സത്യത്തിൽ ഇവൻ അറിയാൻ വയ്യാത്ത മറ്റൊരു കാര്യം കൊണ്ടുണ്ട്. 2026 ഫുട്ബോൾ യോഗ്യതാ റൗണ്ടിൽ ഇസ്രയേൽ വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കളിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു രാജ്യത്തിൻ്റെ പേരാണ് സ്പെയിൻ എന്ന് പറയുന്ന രാജ്യം. ഈ നരാധമന്മാരായിട്ടുള്ള 10,000കണക്കിന് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയ ഈ ഡ്രാക്കുള അനുഗ്രഹിച്ചത് കൊണ്ട് തന്നെയാണ് അർജന്റീന എന്ന് പറയുന്ന ഈ ഒരു ടീമിന് തോൽക്കേണ്ടി വന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. കാരണം കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം അതൊരിക്കലും വിട്ടുപോകില്ല, അത് നടക്കുക തന്നെ ചെയ്യും. ഈ മൂങ്ങാക്കണ്ണൻ, ഈ വെട്ടാവളിയൻ പറയുന്നത് എന്താണ് എന്നൊന്നും കൂടെ കേട്ടു നോക്കാം. നിങ്ങളിത് കണ്ടില്ലേ? ഇതൊക്കെ എങ്ങനെയാണ് ഫലസ്തീനിൽ മാത്രം മനുഷ്യത്വം പറയുന്ന പച്ചവർഗീയവാദികൾക്ക് സഹിക്കാൻ സാധിക്കുക? ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരിട്ട് അർജന്റീനക്ക് ആശംസകൾ നേരുന്ന സുന്ദരമായ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ കുറെ പലസ്തീനിൽ മാത്രം
മതം നോക്കി മനുഷ്യത്വം പറയുന്ന ആളുകള് അർജന്റീനക്കെതിരെ തോന്നിയത് വിളിച്ചു പറഞ്ഞു നോക്കി. യഥാർത്ഥത്തിൽ വിവേകമുള്ള അർജന്റീനൻ ആരാധകരൊക്കെ തന്നെ ഇപ്പോഴും അർജന്റീനക്ക് ഒപ്പം തന്നെയാണ്. അർജന്റീനക്ക് എതിരെ ഈ പലസ്തീൻ വിഷയത്തിൽ തിരിഞ്ഞു നിൽക്കുന്നവരുടെ അവസ്ഥ നിങ്ങളിത് കണ്ടില്ലേ? സാക്ഷാൽ ബെഞ്ചമിൻ നെതന്യാഹു തന്നെ നേരിട്ട് അർജന്റീനക്ക് ആശംസകൾ നേർന്നിരിക്കുന്നു. നിങ്ങൾ കണ്ടല്ലോ ഊമ്പിപ്പോയത്. എന്തായാലും അടിച്ച് ലവന്മാരെയൊക്കെ അണ്ണാക്കിലാണ് കയറ്റിക്കൊടുത്തത്. കഴിഞ്ഞ 2-3 കളികളിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. റഫറി അടക്കം അർജന്റീനയ്ക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കൊടുത്തു. ഇറാനും അർജന്റീനയും തമ്മിലുള്ള ആ ഒരൊറ്റ കളി തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ഫൗളുകളാണ് ഇറാന് നേരെയും അത് കളിക്ക് നേരെയും ഇവന്മാരുടെ കളിക്കാർ നടത്തിയത്. ഒരു റെഡ് കാർഡ് കാണിച്ച് ഒരു കളിക്കാരനെ പുറത്താക്കുന്ന ഒരു സംഭവം വരെ ഉണ്ട്. പക്ഷേ ഇതിനൊക്കെ പ്രശംസിക്കേണ്ട മറ്റൊരു കാര്യം, ഇന്നലത്തെ കളി നിയന്ത്രിച്ച ആ റഫറി അയാൾക്ക് ഒരു വലിയൊരു സല്യൂട്ട് കൊടുക്കുകയാണ്. കുറെ റഫറിമാരും ഒക്കെ ചേർന്നുകൊണ്ട് ഈ പറയുന്ന അർജന്റീനയെ ഫൈനലിൽ വരെ കൊണ്ടുവന്ന് എത്തിച്ച് അവസാനം നെതന്യാഹു മാമന്റെ അനുഗ്രഹവും കൂടെ ആയപ്പോഴത്തേക്ക് 8 നിലയിൽ പൊട്ടി പണ്ടാരം അടങ്ങി അവസാനം കരഞ്ഞു മൂങ്ങി നിലവിളിച്ച് പോകുന്നതും കണ്ട് ലോകമെമ്പാടുമുള്ള ആരാധകർ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് മെസ്സി എന്ന ആ ഒരു ഫുട്ബോൾ ഇതിഹാസം. ഒരിക്കലും മെസ്സിയോട് നമുക്ക് യാതൊരു തരത്തിലുള്ള എതിർപ്പോ വിരോധമോ ഒന്നുമില്ല. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, കഴിഞ്ഞ ഇറാനുമായിട്ട് നടന്നിട്ടുള്ള ആ ഒരു മത്സരത്തിൽ അർജന്റീനയുടെ കാണികൾ പൊക്കി കാണിക്കുന്നത് ഈ പറഞ്ഞ ഇസ്രയേൽ എന്ന് പറയുന്ന ഈ ജൂതരാഷ്ട്രത്തിന്റെ ഈ ഒരു ഫ്ലാഗാണ്. സോ അവിടെ കൃത്യമായിട്ടുള്ള ഇവരുടെ ഒരു പൊളിറ്റിക്സ് അതിനകത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് സത്യവും അസത്യവും കളിച്ചു, സത്യം ജയിച്ചു, അസത്യം തോറ്റു എന്നുള്ളത്. ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ എടുത്ത ഈ വൃത്തികെട്ട നരാധമനെയൊക്കെ പൊക്കിക്കൊണ്ടുവരുന്ന കേരളത്തിലെ ഫസൽ കാരാട്ട് എന്ന് പറയുന്ന ഈ വൃത്തികെട്ട മൂങ്ങാക്കൊണ്ണൻ സത്യത്തിൽ ഇവൻ നല്ല ജനിസിനുണ്ടായതല്ല എന്നുള്ളത് നമുക്ക് ഇതിനു മുമ്പ് അറിയാം. ഇവൻ ഇപ്പം ഇസ്രായേലിലൊക്കെ പോയിട്ട് അവിടെ പോയിരുന്നുണ്ട്, തെരുവിൽ പോയിരുന്നൊക്കെ കുറെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ കാണുന്നത് ഞാൻ എടുത്തിട്ടുള്ള വീഡിയോയാണ്. ഇത് ഇസ്രായേലിന്റെ തെരുവാണ്, അല്ലാതെ കേരളത്തിന്റെ ഏതെങ്കിലും ഒരു തെരുവല്ല. ഈ പർദ്ദ ധരിച്ച് ഇതുപോലെ ആരാധനയോടുകൂടി തന്നെ ഇവിടെ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. 20 ലക്ഷത്തോളം മുസ്ലിങ്ങള് സമാധാനത്തിലാണ് ഇസ്രായേലിൽ ജീവിക്കുന്നത്. അതേ സമയത്ത് നമ്മുടെ കേരളത്തിലെ സുഡാപ്പികളും ജിഹാദികളും തീവ്ര ചിന്താഗതിക്കാരും ഇസ്രായേലി വിരുദ്ധരും ആരെയാണോ പിന്തുണക്കുന്നത് അവിടെ മുസ്ലിങ്ങൾക്ക് എന്നല്ല ഓരോ മനുഷ്യർക്കും സമാധാനമില്ല എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം. ഇവരെ മുസ്ലിങ്ങൾക്കൊന്നും ഇവിടെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. അവിടെ ക്രിസ്ത്യാനികൾക്ക് പോലും നല്ല രീതിയിൽ ജീവിക്കാൻ വയ്യ എന്നുള്ളത് ഈ മരങ്ങോടൻ അറിയാവുക. നല്ല സത്യക്രിസ്ത്യാനികളായിട്ടുള്ള എത്രയോ ആളുകളാണ് ജൂതന്മാരെ അംഗീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു വരുന്നത്. ആ സ്ഥലത്താണ് ഇവനെപ്പോലുള്ള പിഴച്ചോളികൾ വന്നിട്ട് ഇത്തരത്തിലുള്ള കൊണയടിക്കുമ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാർ പറയാതിരിക്കുന്നത് എങ്ങനെയല്ലേ? യമാൻ എന്ന് പറഞ്ഞ 19കാരൻ ഇന്ന് ലോകം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആദർശത്തെയും ആശയത്തെയും കൂടിയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇവനുള്ള മറുപടി നിങ്ങൾ കൊടുക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.